യേശുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് പ്രത്യാശയുടെ സന്ദേശവുമായി വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിന പ്രത്യേക കുർബാനകൾ നടന്നു. സീറോ മലബാർ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിൻ്റെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത്. ശ്രേഷ്ഠ കത്തോലിക്കയും മലങ്കര മെത്രോപൊലിത്തയുമായ മോർ ബെസേലിയോസ് ജോസഫ് ബാവ നെല്ലിമൂളം സെന്റ് മേരീസ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനിയും വളരെ ദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം. അവിടെയെല്ലാം സഹിഷ്ണുതയോടുകൂടിയാണ്, സമചിത്തതയോടുകൂടിയാണ് ഓരോ വിഷയങ്ങളും സഭ ഇടപെടുന്നത്. നമുക്കൊരു സന്ദർഭത്തിൽ നമ്മുടെ ദേവാലയങ്ങൾ കുറേ നഷ്ടപ്പെട്ടു, താൽക്കാലികമായി നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ നമ്മൾ അതിനെ കാണുന്നുള്ളൂ. നീതിപൂർവമായി സഭയെ കേൾക്കുന്നതിന്, സഭയുടെ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ബോധ്യപ്പെടുന്നതിനും ബഹുമാനപ്പെട്ട കോടതികൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസപ്രദമാണ്. അടുത്ത കാലത്തുണ്ടായ കോടതി വിധികളെക്കുറിച്ചൊക്കെ ഞാൻ പറയുകയുണ്ടായി. നിങ്ങളതെല്ലാം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയും നമുക്ക് വളരെ ദൂരം മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമുക്കടുത്തുള്ള ഓടക്കാലി പള്ളി അടക്കമുള്ള 5-6 ദേവാലയങ്ങൾക്കൊരു വലിയ ആശ്വാസം അതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. സമാനമായിട്ടുള്ള നമ്മുടെ കേസിൽ മറുവിഭാഗം പെടുത്തിയിരിക്കുന്ന ദേവാലയങ്ങൾക്കെല്ലാം ഒരാശ്വാസമാണ് താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്, നിറയട്ടെ സകലത്തിന്റെയും നാഥായ എന്നേക്കും. അതുപോലാത്മജനം ഇന്ന് മനുഷ്യൻ പിറകെ പിടിക്കുന്നത്, മനുഷ്യൻ വെപ്രാളപ്പെടുന്നത് എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം ഇല്ല. സമാധാനമില്ലാത്ത ഒരു ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഗൾഫ് മേഖല. കൊച്ചിയിൽ നിന്ന് അശ്വതി ചേരുകയാണ് ഇപ്പോൾ. അശ്വതി, ഇന്നിപ്പോൾ ഈസ്റ്ററാണ്. ആദ്യം അശ്വതിക്ക് ഈസ്റ്റർ ആശംസകൾ നേരുകയാണ്. കൊച്ചിയിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും ചടങ്ങുകളും ഒക്കെ പുരോഗമിക്കുകയാണല്ലോ. അശ്വതി, ഇപ്പോൾ ഏത് ദേവാലയത്തിന് മുന്നിലാണ് ഉള്ളത്? ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ മായ. ഇപ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് അസീസിൽ കത്തീഡ്രലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ രാവിലത്തെ, അത് ഈസ്റ്റർ ദിനത്തിലെ ആദ്യ കുർബാനയാണ്. 7 മണിക്കാണ് ഇവിടെ കുർബാന ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം പാതിരാ കുർബാന ഉണ്ടായിരുന്നു. വിവിധ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഈസ്റ്റർ ശുശ്രൂഷകളും ഉണ്ടായിരുന്നു. ഇന്നലെ മാർ റാഫേൽ തട്ടിൽ, സിറോ മലബാർ സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, അദ്ദേഹം സഭാ ആസ്ഥാനമായിട്ടുള്ള മൗണ്ട് സെന്റ് തോമസിലായിരുന്നു ഇന്നലെ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക അദ്ദേഹം നെല്ലിമോൾ ജോസഫ് ബാവ, അദ്ദേഹം നെല്ലിമോളം സെന്റ് മേരീസ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയിലാണ് ഇന്നലെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഇന്നലെ സഭാ അധ്യക്ഷന്മാരെല്ലാവരും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പരാമർശം ഉണ്ടായിരുന്നു. തങ്ങളുടെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പരാമർശം ഉണ്ടായിരുന്നു. അതിൽ റാഫേൽ തട്ടിൽ അദ്ദേഹം പറഞ്ഞത് ഈ യുദ്ധത്തെക്കുറിച്ചാണ്. ആരാണ് വലിയവൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ്, അല്ലാതെ മറ്റൊന്നും തന്നെ ഈ യുദ്ധത്തിന് കാരണമായിട്ടില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ യാക്കോബായ സഭയിൽ നടക്കുന്ന പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഇന്നലെ സംസാരിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയത്, ഇത്രയും ഈ വിശുദ്ധ നാളുകളിൽ പോലും പല പള്ളികളിലും ഈ തർക്കങ്ങൾ തുടരുന്നു. നിലവിൽ കോടതി വിധിയുണ്ട് എങ്കിൽ, പുതിയ കോടതി വിധിയുണ്ട് എങ്കിൽ പോലും വിശുദ്ധ നാളുകളിൽ പോലും തങ്ങളുടെ പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് വിശ്വാസികൾക്ക് അവസരം ലഭിക്കുന്നില്ല. അത് മനഃപൂർവ്വം തടയുന്നു എന്നൊരു വലിയ ആക്ഷേപം അദ്ദേഹം ഇന്നലെ ഉയർത്തുകയുണ്ടായിരുന്നു. ഇത്രയും ദിവസം നോമ്പ് കാലമായിരുന്നു, അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതികരണം ഒന്നും തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരുന്നത്. സമാധാനമാണ് സഭ ആഗ്രഹിക്കുന്നത്. ഇത് കോടതി വ്യവഹാരങ്ങളിലേക്ക്, അത് കോടതി വ്യവഹാരങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പലതവണ പരാമർശിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് കടക്കാതെ മറ്റ്
മറ്റ് രീതിയിൽ ചർച്ചകളിലൂടെ സൗഹൃദ സംഭാഷണങ്ങളിലൂടെ ഇത് തീർപ്പാക്കണമെന്നൊരു ആവശ്യം അദ്ദേഹം മുൻപും മുന്നോട്ട് വെച്ചിരുന്നു. അതുതന്നെ ഇന്നലെ ഈസ്റ്റർ ദിന സന്ദേശത്തിലും അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. ഈ കല്ലറകളിൽ പ്രാർത്ഥിക്കാനായിട്ട് അവസരം ലഭിക്കാത്തത് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഈസ്റ്റർ ദിന സന്ദേശത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ. ഇന്ന് രാവിലെ വിവിധ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിനത്തിലെ ആദ്യ കുർബാന ആരംഭിച്ചിരിക്കുകയാണ്. വിശ്വാസികളെല്ലാവരും തന്നെ ഇതിൽ പങ്കുകൊള്ളുന്നതിന് വേണ്ടി ദേവാലയങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ലത്തീൻ സഭയുടെ ദേവാലയമാണ്, ആസ്ഥാന ദേവാലയമാണ്. ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ കുർബാന ആരംഭിച്ചിരിക്കുകയാണ്. മായ. ശരി, അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.